അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വിതുമ്പുന്ന മനസ്സോടെ നവാസ് അതാ വീട്ടിൽ നിന്ന് പോവുകയാണ് ഗൾഫിലേക്ക്. അത് മനസ്സിന് വല്ലാത്തൊരു ഭാരമാണ്. അറിയുന്നില്ല റഹ്മാനെ, എന്തിനാ റബ്ബേ എനിക്കിങ്ങനെയൊക്കെ പരീക്ഷണങ്ങൾ നൽകുന്നത്. അവൻ ഓരോന്ന് ആലോചിച്ചു. അതെ, ഫോൺ എടുത്തു. ഷമ്മാസിനോട് പോലും ഒന്ന് പറഞ്ഞിട്ടില്ല. 4 മണിക്കൊക്കെ വേണ്ട, അവരിനിപ്പോൾ ഉണർന്നാലും ഇല്ലെങ്കിലും ശല്യപ്പെടുത്തണ്ട എന്ന് കരുതിയിട്ട് അവൻ അപ്പോൾ തന്നെ അത് ഫോൺ എടുത്ത് മെസ്സേജ് അയക്കുന്നു. ഹലോ, അസ്സലാമലൈക്കും ഷാമോനെ, ഇക്ക പോവാണടാ. പിന്നെ വിളിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. എനിക്ക് ഉമ്മയോട് സംസാരിക്കാനും കഴിയില്ല. ഇനി ഉമ്മാനെ കണ്ണീരിലാക്കരുത്. അത് എൻ്റെ കാരണം കൊണ്ട് നമ്മുടെ ഉമ്മ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. ഇനി ഒരിക്കൽ പോലും എൻ്റെ ഉമ്മയുടെ കണ്ണുനീര് വീഴാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഷാമോനെ, ഉമ്മയോട് സാവകാശം പറഞ്ഞൊന്ന് മനസ്സിലാക്കണേ. പിന്നെ മോനെ, മക്കളുണ്ട്, ഫസീലെ മക്കളുണ്ട് അവിടെ. അതുപോലെ ബാക്കി ഞാൻ പറയുന്നില്ല, നിനക്കറിയാലോ. എന്താന്ന് വെച്ചാൽ ചെയ്യേ. ഒരിക്കലും ഇനിയൊരു കൂടിക്കാഴ്ച ഞാൻ ആഗ്രഹിക്കുന്നില്ല ഓളുമായിട്ട്. സത്യം പറഞ്ഞാൽ കഴിയുന്നില്ലടാ ഷാമോനെ. എല്ലാം കൂടി നെഞ്ചിൽ നിറച്ച് വെച്ച് എനിക്ക് നാട്ടിലേക്ക് വരാൻ തന്നെ കഴിയുന്നില്ല. അങ്ങനത്തെ അവസ്ഥയായിരിക്കും ഷാമോനെ. എല്ലാ കാര്യത്തിലും എൻ്റെ മോൻ ഉണ്ടാവുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം കേട്ടോ. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും. അതെ, തൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠൻ്റെ ആ ഒരു മെസ്സേജ് തഹജ്ജുദിന് വേണ്ടി നിസ്കരിക്കാൻ എഴുന്നേറ്റ ഷമ്മാസ് അപ്പോൾ തന്നെ കാണുന്നു. ഉമ്മ നല്ല ഉറക്കാണ്. ഹോസ്പിറ്റലിൻ്റെ അപ്പുറത്തുള്ള ചെറിയ കട്ടിലിലായിരുന്നു ഷമ്മാസ് കിടന്നിരുന്നത്. അവൻ അത് എഴുന്നേറ്റ് ഫോൺ നോക്കിയപ്പോൾ കണ്ടത് ശരിക്കും അതാ നവാസ്കയുടെ ആ മെസ്സേജായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ അവൻ്റെ ഹൃദയം പൊട്ടിപ്പോയി. ആ നിമിഷം തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞ് പടച്ച റബ്ബിനോട് ഷമ്മാസ് ദുആ ചെയ്തു. അല്ലാഹുവേ, റഹ്മാനും റഹീമുമായ മലിക്കുൽ ഖുദ്ദൂസായ രാജ സയ്യിദായ തമ്പുരാനെ, റഹ്മാനെ, നവാസ്കയുടെ വിഷമങ്ങൾ ദുഃഖങ്ങളെല്ലാം നീ തീർത്ത് കൊടുക്കുക റഹ്മാനെ. നവാസ്കയുടെ മനസ്സിൽ ഇനിയും ഒരു വിഷമം ഉണ്ടാക്കല്ലേ അല്ലാ റഹ്മാനെ. ഒരുപാട് സഹിച്ചതാണ് എല്ലാം കൊണ്ടും. ഇനിയിപ്പോൾ ഇവരും അങ്ങനെ ചെയ്യാന്ന് പറയുമ്പോൾ അതിൻ്റേതായ വിഷമം ബുദ്ധിമുട്ട് എത്രയായിരിക്കും പഠിച്ചവനെ. ഒന്നുമില്ലെങ്കിൽ ചോര നീരാക്കി ഉണ്ടാക്കിയ ആ ക്യാഷ്, എന്തൊക്കെ തന്നെ ബിസിനസ് എന്നൊക്കെ പറഞ്ഞാൽ വെറുതെ ഇരുന്നാൽ കിട്ടില്ലല്ലോ. അതിനു വേണ്ടി നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തെങ്കിൽ മാത്രമല്ലേ എല്ലാം സക്സസ് ആവുള്ളൂ. അത്രമാത്രം എൻ്റെ ഇക്കാക്ക നല്ല രീതിയിൽ പ്രവർത്തിച്ചുണ്ടാക്കിയതാണ്. ആ ഒരു ക്യാഷ് എല്ലാം കൊണ്ട് അവർ വീട് പണിതിട്ട് ഒരു വാക്ക് പോലും പറയാതെ അവർ വീട് കുടിയിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ റബ്ബേ, അതൊന്നും ഒരാളുടെ മനസ്സിൽ ഒരിക്കൽ പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യമായിരിക്കും റഹ്മാനെ. പഠിച്ച റബ്ബേ, നീ എൻ്റെ ഇക്കാക്കക്ക് ക്ഷമ കൊടുക്ക് റഹ്മാനെ. ആമീൻ. അവൻ തഹജ്ജുദ് നിസ്കരിച്ച് അതാ ഉമ്മയുടെ ആ തൊട്ടടുത്ത് നിന്നിട്ട് തന്നെയാണ് നിസ്കരിച്ചത്. പള്ളിയിൽ ഉമ്മയെ ഒറ്റയ്ക്കിട്ട് പോകാൻ വയ്യ. ഇനി ഏതായാലും സിസ്റ്റർ വരട്ടെ എന്നിട്ട് പള്ളിയിലേക്ക്. എന്നാൽ സമയം 4:30 ആയപ്പോഴേക്കും അതാ മോനെ 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 ഞാൻ എവിടെ റബ്ബേ. അല്ലാ, അൽഹംദുലില്ലാ. അവൻ തഹജ്ജുദ് നിസ്കരിച്ച് ദുആ ചെയ്യുന്നതിനിടയിൽ ഉമ്മ അതാ ഉണരുന്നു. ഉമ്മ എന്തോ ഉമ്മക്ക് വെള്ളം വേണോ? എന്താ വേണ്ടത്? മോനെ നവാസിനൊന്ന് വിളിച്ചു നോക്കും എൻ്റെ കുട്ടി എവിടെയെന്നാവോ. എൻ്റെ കുട്ടിയൊന്ന് വിളിച്ചു നോക്കും എൻ്റെ കുട്ടി. അല്ലാ, നവാസ്ക്ക് പോയിന്ന് പറഞ്ഞാലേ ഉമ്മക്ക് വിഷമാവും. അതുമ്മ ഇപ്പം നവാസ്ക്കൊക്കെ നല്ല ഉറക്കമായിരിക്കും. അല്ല മോനെ, തഹജ്ജുദിന് നേരായില്ലേ. ഉമ്മാൻ്റെ കുട്ടി എനിക്കൊന്ന് ഒന്നുണ്ടാക്കി തന്നാളേ. ഒന്ന് നിസ്കരിച്ചാട്ടെ, ഇരുന്ന് കാണ്ടെങ്കിലും നിസ്കരിച്ചാട്ടെ. ഉമ്മ ഇപ്പോൾ ഈ ടൈമിലിപ്പോൾ നിങ്ങൾ കഴിയുമോ ഉമ്മ? ഫർള് നിസ്കരിച്ചാൽ പോരെ മോനെ? കഴിയൂല മോനെ. തഹജ്ജുദ് നിസ്കരിച്ച് പഠിച്ച റബ്ബിനോട് ദുആ ചെയ്താൽ എല്ലാം പഠിച്ചോ സ്വീകരിച്ചിട്ടേ ഉള്ളൂ. ആ നേരം വിട്ട് കളിയില്ല മോനെ. അത് വല്ലാത്തൊരു നേരാണ്. ആ നേരത്തെ ദുആ പഠിച്ചോ സ്വീകരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. എനിക്ക് നല്ലോണം അനുഭവമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മോനെ, ഉമ്മാൻ്റെ കുട്ടിയൊന്നും എനിക്ക് ഒതു കൊടുത്ത് തന്നാളി എങ്ങനെയെങ്കിലും. അപ്പോൾ തന്നെ ഷമ്മാസ് അതാ ഹോസ്പിറ്റലിൽ നിന്ന് ചുടുവെള്ളം എടുത്ത് ഒരു പാത്രത്തിലാക്കി അതാ മറ്റൊരു പാത്രം താഴെ വെച്ച് ഉമ്മയുടെ കൈകളിലേക്ക് പതുക്കെ ഒഴിച്ചു കൊടുത്ത് മുഖവും കൈകാലുകളും മുൻകൈയും എല്ലാം കഴുകി കൊടുത്ത്. അല്ലാ മോനെ, ഇരുന്ന് കാണ്ടെങ്കിലും ഉമ്മാക്കൊന്ന് നിസ്കരിച്ചാൽ പറ്റൂലേ. ഒരിടങ്ങാറാണത്. ആ നേരം വല്ലാത്തൊരു നേരമാണ്. കഴിച്ചിട്ടൊന്നുമല്ല. എന്നാലും പഠിച്ച റബ്ബ് നമ്മളെ കേൾക്കാൻ പഠിച്ചോണ്ടല്ലോ. ഉണ്ടാകുമ്പോൾ ഇപ്പം എന്താ ഒരു പേടിയും പേടിച്ചേണ്ട ആവശ്യമില്ല. അങ്ങനെ ഏതാ ആയിഷമ്മ പതുക്കെ ഇരുന്നു കൊണ്ട് നിസ്കരിക്കുന്നു. കണ്ണീരോടെ അവർ ദുആ ചെയ്യുന്നത് ഷമ്മാസ് നോക്കി നിന്നു. റബ്ബേ, ഈ ഒരു പ്രാർത്ഥന മതിയല്ലോ. ഈ നേരത്തുള്ള ഉമ്മമാരെണീറ്റ് ഉമ്മയുടെ കൈകൾ ഉയർത്തിക്കൊണ്ടുള്ള ആ ഒരു പ്രാർത്ഥന മതി ഏതൊരു മക്കളും രക്ഷപ്പെടാൻ.
ഏതൊരു മക്കളും നന്നാകാൻ, ഏതൊരു മക്കൾക്കും വിഷമങ്ങളില്ലാതിരിക്കാൻ. റഹ്മാനെ, ഇതെത്ര വാസ്തവമാണ്. അല്ലാ, ആ ഉമ്മ കണ്ണീരോടെ ദുആ ചെയ്യുന്നു. മോനെ, അല്ലാ പഠിച്ചോനെ റഹ്മാനെ, എൻ്റെ മക്കളെ നീ കാത്ത് രക്ഷിക്കല്ല, ഒരാൾക്കൊരു വിഷമം നീ കൊടുക്കല്ല അല്ല. റഹ്മാൻ, എൻ്റെ മക്കളെയും മരുക്കളെയും പേരക്കുട്ടികളൊക്കെ നീ കാത്ത് രക്ഷിക്കല്ല. എന്നാൽ ആ സമയവും ഉമ്മ അത് പ്രാർത്ഥിക്കാൻ മറന്നില്ല. അല്ലാഹുവേ പഠിച്ചോനെ, സൗദൻ്റെ പ്രസവമൊക്കെ നീ സുഖമാക്കി കൊടുക്കല്ല, ഒരു ബുദ്ധിമുട്ടിൽ ആരും നീ പെടുത്തല്ലേ അല്ല. ശരിക്കും ഷമ്മാസ് അത് നോക്കി നിന്നു. മോനെ, അപ്പോഴേക്കും സിസ്റ്റർമാർ അങ്ങോട്ട് വന്നു. ഉമ്മ സിസ്റ്റർമാരാണ് തോന്നുന്നു. ആഹാ, എന്തത് പുലർച്ചെ എനിക്ക് നിസ്കാരമൊക്കെ തുടങ്ങിയോ? ഉഷാറാണല്ലോ. അത് ഉമ്മ ശീലിച്ചതായതുകൊണ്ട്. ആ, അത് നല്ലൊരു കാര്യം തന്നെയാണ്. എന്താ ഉമ്മ എങ്ങനെയുണ്ട്? നോക്കട്ടെ കേട്ടോ, പ്രഷർ നോക്കട്ടെ. ആ, നോർമലായിട്ടുണ്ടല്ലോ, അങ്ങനെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഒരു ഗ്ലൂക്കോസിലൊരു മരുന്നും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കുക, കാരണം ക്ഷീണം കാര്യങ്ങൾ ഫുഡും എല്ലാം കഴിക്കാത്തതല്ലേ, അതുകൊണ്ട് കേട്ടോ. ഉമ്മ, ആ ഉമ്മാൻ്റെ നിസ്കാരം അല്ല, ഉമ്മക്ക് സുബഹി കൂടി നിസ്കരിച്ചിട്ടെന്നാൽ അങ്ങനെയാണോ? ആ, അതിപ്പോൾ ബാങ്ക് വിളിക്കാനായല്ലേ. പെട്ടെന്നത് പള്ളിയിൽ നിന്ന് മനോഹരമായ ആ ഒരു ബാങ്കുലി കേൾക്കുന്നു. എന്നാൽ ഷമ്മാസ് പറഞ്ഞു, സിസ്റ്ററേ, എന്നാൽ നിങ്ങൾ അപ്പുറത്ത് പോയിട്ട് വരി, ഉമ്മ അപ്പോഴത്തെ നിസ്കരിക്കട്ടെ, ഏതായാലും ഇരുന്നില്ലേ കേട്ടോ. ഉമ്മയുടെ പർദ്ദയും ഷോക്സും ഒന്നും ഷമ്മാസ് ഊരിക്കൊടുത്തില്ല. ഉമ്മ എന്ന് നിസ്കരിച്ചോളി. അങ്ങനെ ഇത് സുഹബീൻ്റെ ബാങ്കുലി കേൾക്കുമ്പോൾ ഉമ്മ അതാ നിസ്കരിക്കുവാൻ. മോനെ, എന്നാൽ ഉമ്മാൻ്റെ കുട്ടിക്ക് പള്ളിയിൽ പോകണ്ടേ? ഉമ്മ, നിങ്ങളത് നിസ്കരിച്ച് ഇവിടെ കിടക്കി, ഞാനൊരു സിസ്റ്ററി ഏൽപ്പിച്ചിട്ട് പോയിക്കോളാം, അല്ലാതെ പോകാൻ പറ്റൂലമ്മ. മോനെ, ഉമ്മാൻ്റെ കുട്ടി പോയിക്കോളി, അതിനിപ്പോൾ എന്താ, അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ചെല്ലിമ്മാൻ്റെ കുട്ടി പോയിക്കോളി, അല്ല ഉമ്മ നിസ്കരിച്ചോളി. അങ്ങനെ ഷമ്മാസ് നോക്കി നിന്നു ഉമ്മ നിസ്കരിക്കുന്നത് വരെ. ഉമ്മ അതാ നിസ്കരിച്ചു കണ്ണീരോടെ ദുആ ചെയ്യുകയാണ്. അല്ലാ മോനെ, ആ ഉമ്മ കഴിഞ്ഞോ? സുബ്ഹാനല്ലാ 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 അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഉമ്മ അതൊക്കെ ഇനി കിടന്ന് ചെല്ലിക്കോലിട്ടോ, കാരണം ഇനിയിപ്പോൾ സിസ്റ്റർമാർക്ക് വരും വേണം, അവർക്ക് കറക്റ്റിനുള്ള മെഡിസിനും കാര്യങ്ങളും തരേണ്ടതല്ലേ. ഉമ്മ, ഞാൻ എന്നാൽ പള്ളിയിൽ പോട്ടെ. ഉമ്മയുടെ പർദ്ദ പതുക്കെ അവൻ ഊരിയെടുത്തു. ഉമ്മയുടെ കാലിലിട്ട് കൊടുത്തിരുന്ന ആ ഒരു ഷോക്സും ഷമ്മാസ് ഊരി വെച്ചു. ഉമ്മ, എന്നാൽ വരി, അല്ലല്ല പഠിച്ചോനെ, അവൻ്റെ കുട്ടിയെ, ഉമ്മക്ക് എന്ത് കുടിക്കാൻ വേണ്ടത്? മോനെ, ഇപ്പോൾ ഒന്നും വേണമെന്നില്ല, എന്നാൽ വരുമ്പോൾ ഒരു ഉമ്മക്ക് വെള്ളച്ചായ അല്ലേ ഇഷ്ടം? മധുരം കുറഞ്ഞൊരു വെള്ളച്ചായ. മോനെ, എനിക്ക് നുസി തുള്ളി മധുരം ഇടല്ല, അവൾക്ക് പേടിയാണ്, ഓള് മധുരം ഉപ്പൊന്നും എനിക്ക് ഏറെ തരൂല. എൻ്റെ സെമി അങ്ങനെ തന്നെ, ഓലും എനിക്ക് കൂടുതലൊന്നും ഇട്ട് തരൂല. എൻ്റെ കുട്ടി എന്നെ മട്ടം പോലെ എന്താ വെച്ചാൽ. എന്നാൽ എന്നും സുബഹിന് ശേഷം ഖുർആൻ പാരായണം എല്ലാം കഴിഞ്ഞ് അടുക്കളയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് സമീറ സ്ഥിരമായി ഉമ്മയെ വിളിക്കും. അന്നും ഉമ്മയുടെ ഫോൺ ബല്ലടിച്ച് എടുക്കുന്നില്ല. പഠിച്ചോനെ, ഉമ്മാൻ്റെ ഫോൺ എന്ത് എടുക്കാത്തതാവോ? ഉസ്താദ് പള്ളിയിലേക്ക് പോയിട്ടുണ്ട്, ഉസ്താദും എത്തിയിട്ടില്ല, എന്താണെന്നാവോ, ഇന്നലെയും വിളിച്ചിട്ട് എടുത്തില്ല, എന്നും വിളിച്ചിട്ട് എടുത്തില്ല. പഠിച്ചോനെ, ഉമ്മനോട് തെറ്റുകാനും ചെയ്തോ? അങ്ങനെ ഒന്നും ഉണ്ടാവില്ലല്ലോ റബ്ബേ. പഠിച്ചോനെ, അള്ളാഹുവേ, ഉമ്മക്ക് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുക റഹ്മാനെ. അള്ളാഹുവേ, എൻ്റെ എല്ലാത്തിനുള്ളതാണ് ഉമ്മ. സമീറയും ഹൃദയം പൊട്ടി ദുആ ചെയ്യുകയാണ്. എത്രയായിട്ടും ഫോൺ എടുക്കുന്നില്ല. എന്നാൽ ഈ സമയം ഷമ്മാസും അതാ പള്ളിയിലേക്ക് പോയി സിസ്റ്ററിനോട് കാര്യങ്ങൾ പറഞ്ഞു. സിസ്റ്ററേ, ഉമ്മയുടെ കാര്യം നോക്കണം, ഞാനൊന്ന്. ആ, ആയിക്കോട്ടെ, കുഴപ്പമില്ല, പോയിക്കോളൂ, ഞാൻ പള്ളിയിൽ പോയിട്ട് വരാം, അതാണ്. എന്നാൽ ഈ സമയം അതാ ഷമ്മാസും പള്ളിയിലേക്ക് പോയിട്ടുണ്ട്, ഉസ്താദൊക്കെ പോയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉസ്താദ് തിരിച്ചെത്തിയപ്പോൾ സമീറ ചോദിച്ചു, ഇക്ക. എന്താടി? അത് പിന്നുണ്ടല്ലോ, ഉമ്മാന് ഫോൺ വിളിച്ചിട്ട് എടുക്കണേ ഇല്ലല്ലോ. ഉമ്മാൻ എടുക്കുന്നില്ലേ? അതിപ്പോൾ എന്തേ? വിളിച്ചു നോക്കിയോ? ആ, എടുക്കുന്നില്ല, സ്വിച്ച് ഓഫ് അല്ലല്ലോ. സ്വിച്ച് ഓഫ് ഒന്നുമില്ല. ഓ, ഇനിയിപ്പോൾ ഷമ്മാസിനൊന്ന് വിളിച്ചു നോക്കാം. അപ്പോൾ തന്നെ ഉസ്താദ് ഷമ്മാസിനെ വിളിക്കുന്നു. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. അല്ല ഷാമോനെ, പള്ളിയിലൊന്നും കാണുന്നില്ല 2 ദിവസമായിട്ട്, എന്തത് പറ്റിയത്? അത് ഒന്നുമില്ല, അത് ഞങ്ങളവിടെ ഇല്ല. അതെ, ഉസ്താദിനോട് പറഞ്ഞാൽ ഒരു പക്ഷേ സമീറയെ അറിയും, സമീറാക്കും വല്ലാത്ത ടെൻഷനായി, സമീറയും ഹോസ്പിറ്റലിലേക്ക് വരും എന്നതുകൊണ്ട് തന്നെ ഷമ്മാസ് അത് മറച്ചു വെച്ചു. അത് ഞങ്ങളവിടെ ഇല്ല, അതുകൊണ്ടാണ്. എങ്ങോട്ട് പോയത്? എങ്ങോട്ടായിരിക്കും? ടൂറ് പോയോ? ടൂറ് പോകാനൊന്നും ചാൻസ് ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഉസ്താദേ, ഞാൻ നിങ്ങളോട് മറച്ചു വെക്കുന്നില്ല, പക്ഷെ സമീറയോട് കാര്യങ്ങളൊന്നും പറയണ്ട, അവർക്ക് ടെൻഷനായിരിക്കും, പിന്നെ അവർ ഓടിക്കതച്ചെത്തി, പിന്നെ എന്താ ഷാമോനെ പറ അക്കാര്യം.
ഉമ്മാക്ക് ചെറിയൊരു ടെൻഷന് കൂടിയിട്ട് ഇങ്ങനെ പ്രഷറൊക്കെ കൂടിയിട്ട് ആകപ്പാടെ പ്രശ്നമൊക്കെ ആയിട്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ റാഹത്ത്. സത്യം പറ, ഞങ്ങളങ്ങോട്ട് വരാം. വേണ്ട വേണ്ട, സെമീറയോട് പറയണ്ട, ഈ കാര്യം പറയേ വേണ്ട കേട്ടോ. പറഞ്ഞ ഒരു തീർച്ചയായും വന്നു. അന്ന് തന്നെ അവർ വന്നിട്ട് ഇപ്പോൾ പ്രഗ്നൻ്റ് ആണ്, ഇരട്ടക്കുട്ടികളാണ്, നമ്മളെ ആരോഗ്യം നോക്കേണ്ട സമയം. നുസിയെ വരെ ഞാൻ പറഞ്ഞയച്ചതാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഉണ്ട് എല്ലാത്തിനും. എൻ്റെ ഉമ്മാക്ക് ഞാനുണ്ട് ഉസ്താദേ. എനിക്ക് ഒരു പെങ്ങന്മാരും വേണ്ട, മരുമക്കളൊന്നും വേണ്ട. ഞാൻ ഉണ്ടാകുമ്പോൾ എൻ്റെ ഉമ്മാൻ്റെ എല്ലാ കാര്യവും ഞാൻ നോക്കിക്കൊണ്ട്. ഇതെൻ്റെ ഒരു ആഗ്രഹമാണ്. എനിക്ക് എൻ്റെ ഉപ്പാനെ വരെ നോക്കാൻ പറ്റിയില്ല ഉസ്താദ്. അതുകൊണ്ട് നിങ്ങളൊന്നും വിഷമിക്കണ്ട, സമീറത്തയോട് പറയും വേണ്ട കേട്ടോ. ഉസ്താദിൻ്റെ മുഖം വല്ലാതാവുന്നത് സമീറ ശ്രദ്ധിക്കുന്നു. ഇക്ക എന്തു പറ്റി? അത് അവരവിടെ ഇല്ല. എങ്ങോട്ട് പോയത്? എന്നാലും ഫോൺ കൊണ്ടാതെ ഉമ്മ പോവില്ലല്ലോ. എപ്പോഴും ഫോൺ ഉമ്മാൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവുമല്ലോ. അതൊരു പക്ഷേ എടുക്കാൻ മറന്നതായിരിക്കും. ഇനിയൊരു പക്ഷേ ബാലൻസ്. എന്നാലും ഉമ്മ വിളിച്ചിട്ട് എടുത്തിട്ടില്ലല്ലോ. സമീറയ്ക്ക് എന്തൊക്കെയോ സംശയങ്ങൾ. ഇക്ക സത്യം പറയിക്ക, ഉമ്മക്ക് എന്താ? ഉമ്മ എവിടെയാണ്? അവർ പിന്നെ ടൂറങ്ങാതെ പോയതായിരിക്കും. പിന്നെ എന്തൊക്കെയുടെ മുഖം വാടിയത്? അല്ല, നമ്മളോട് പറയാതെ പോയതുകൊണ്ടേ, അതുകൊണ്ടാണ്, വേറൊന്നുമല്ല. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട. ഉസ്താദ് ആ നിമിഷം തന്നെ അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അതെ, ഷമ്മാസ് പറഞ്ഞതാണ് ഒരിക്കൽ പോലും സമീറത്തിയെ ഒന്നും അറിയിക്കണ്ടെന്ന്. അറിഞ്ഞാൽ അവർക്ക് ടെൻഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒന്നും പറയണ്ട എന്ന് പറഞ്ഞു. എന്നാൽ ഈ സമയം സമീറക്ക് നല്ല ടെൻഷൻ. ഇക്ക ഉമ്മയെ കാണാൻ വല്ലാതെ കൊതിയാന്ന്. ഓലെന്നാ വരുമല്ലേ? അവർ 2 ദിവസം കഴിഞ്ഞിട്ട് വരുമായിരിക്കും ഇൻഷാ അല്ലാ. അല്ലാ, ഇത്രയൊക്കെ പിടിക്കുമോ? എന്തിപ്പോൾ അങ്ങനെ എന്നോട് പറയാതെ പോവില്ലല്ലോ. അന്ന് നമ്മളെല്ലാവരും ഒരുമിച്ചല്ലേ വയനാട്ടിലേക്കും ഒക്കെ പോയതൊക്കെ. ഇപ്പോൾ എന്താ അങ്ങനെയൊക്കെ പറഞ്ഞത്? സമീറയുടെ മനസ്സിൽ പല പല ചിന്തകൾ വന്നുകൊണ്ടിരുന്നു. ഷമി ഇവിടെ വന്നേ. അല്ല, എനിക്കെന്തൊന്ന് ചായ തരാത്ത്? അല്ല, ഞാനത് മറന്നു അല്ലേ? എന്നെക്കാളും സ്നേഹം ഉമ്മാനോടുണ്ടല്ലേ? എൻ്റെ ഇക്ക, ഉമ്മയെ സ്നേഹിക്കാതിരിക്കാൻ പറ്റൂലല്ലോ. ശരിയാണ്, സ്നേഹിക്കണം, അതാണ് വേണ്ടത്. നിൻ്റെ മനസ്സ് എന്നും ഇതുപോലെ തന്നെ ആകട്ടെ, ഒരിക്കൽ പോലും മാറിപ്പോരുതിട്ട് മോളെ. സുഖവും സൗഭാഗ്യവും എല്ലാം അള്ളാഹു നമുക്ക് നൽകും, സമ്പത്ത് നൽകും. എങ്കിൽ ഒരിക്കൽ പോലും നമ്മൾ പടച്ച റബ്ബിനെ മറക്കാൻ പാടില്ല. എല്ലാം അള്ളാഹു തന്ന അനുഗ്രഹം മാത്രമാണ്, അള്ളാഹുവിൻ്റെ നിഅമത്താണ് എന്ന് മാത്രം നമ്മൾ ചിന്തിക്കണം. ഒരിക്കൽ പോലും നമ്മൾ അഹങ്കരിക്കരുത്. അള്ളാഹു നമുക്ക് വാരിക്കോരി തരും. എന്തിനാ? നമ്മൾ അള്ളാഹുവിനെ ഓർക്കുന്നുണ്ടോ, ഭയക്കുന്നുണ്ടോ എന്നറിയുവാൻ വേണ്ടിയിട്ട്. അതല്ല, അതൊന്നുമില്ലെങ്കിൽ അള്ളാഹു അത് പതുക്കെ എടുക്കുകയും ചെയ്യും. അതാണ്, നമുക്ക് വിരുന്നുകാരെ പോലെ വരുന്നവർ വിരുന്നുകാരെ പോലെ പോവുകയും ചെയ്യും. അപ്പം നമ്മളെപ്പോഴും എന്ത് വേണം? അള്ളാഹുവിനെ സ്തുതിക്കണം. അള്ളാഹുവെ റഹ്മാനെ, നീ തന്ന അനുഗ്രഹങ്ങൾക്ക് റഹ്മാനെ, ഞാൻ എങ്ങനെ നിന്നോട് നന്ദി പറയും? അള്ളാഹുവേ, ഞാൻ എത്രയെത്ര നന്ദി പറഞ്ഞാലും നീ തരുന്നൊരു ശ്വാസത്തിന് പോലും പകരമാവില്ല. ഒരു ശ്വാസം എടുക്കാൻ നമുക്ക് എത്ര വേണം? നമ്മൾ വെൻറ്റിലേറ്ററിൽ കിടക്കുമ്പോഴേ ആ ഒരു ശ്വാസത്തിന് എത്ര ടൈമാണ് അവർ പൈസ പിടിക്കുന്നത്? അതെ, നമുക്ക് നമ്മുടെ ഒരു കരൾ മാറ്റിവെക്കാൻ, വൃക്ക മാറ്റിവെക്കാൻ, കിഡ്നി മാറ്റിവെക്കാൻ എത്രയെത്ര ദശലക്ഷക്കണക്ക് രൂപ ചിലവാകും അല്ലേ? ആകും, എന്തൊക്കെ തന്നെയാലും. പക്ഷേ നമ്മൾ അള്ളാഹു നമുക്ക് ഔദാര്യമായി തന്ന ഈ ഒരു നമ്മുടെ ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങൾ, അതിനൊക്കെ എത്ര വില നമ്മൾ കൊടുത്താലും മതിയാവില്ല. അള്ളാഹു നമുക്കതെല്ലാം ഫ്രീ ആയി കാരുണ്യമായി തന്നതാണ്. അതിനൊക്കെ നമ്മൾ നന്ദി പറയണം, നന്ദി പറഞ്ഞുകൊണ്ടേ ഇരിക്കണം അല്ലേ? അള്ളാഹുവേ റഹ്മാനെ കാത്തുരക്ഷിക്കണം. നമ്മൾ അറിയുന്നുണ്ടോ? ശ്വാസം ഇങ്ങനെ നമ്മൾ ശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്, അറിയണില്ല. ഒക്കെ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ ശ്വാസതടസ്സം നേരിട്ട് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലേക്ക് പോകും, വെൻറ്റിലേറ്ററിൻ്റെ സഹായത്തോടു കൂടി ശ്വസിക്കും. അതിൻ്റെയൊക്കെ ക്യാഷ് കാര്യങ്ങൾ അതൊക്കെ പിന്നെ പൈസക്കാണ് അല്ലേ? അള്ളാഹുവേ റഹ്മാനെ, നീ എത്രയെത്ര അനുഗ്രഹങ്ങളാണ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. എൻ്റെ സമീറ, എൻ്റെ പൊന്നു മോളെ, നിൻ്റെ വയറ്റിൽ ഇപ്പോൾ 2 കുഞ്ഞുങ്ങളാണുള്ളത്. അത് ആ കുഞ്ഞുങ്ങൾക്കുള്ള ഹൃദയമിടിപ്പ് അത് അള്ളാഹു നൽകിക്കഴിഞ്ഞു. ഹൃദയമിടിപ്പ്, ആ മിടിപ്പ് തുടങ്ങുകയാണ്. അതെ, ഒരു നിമിഷം പോലും നിൽക്കാതെ. നമ്മൾ അറിയുന്നുണ്ടോ? ഇല്ല. അള്ളാഹ് എല്ലാ കാര്യങ്ങളും അവരുടെ നിറവേറ്റി കൊടുക്കും. നമ്മളൊന്നും അറിയുന്നില്ല. പടച്ച റബ്ബ് എത്ര കാരുണ്യവാനല്ലേ ഉസ്താദെ. സത്യമായിട്ടും അങ്ങ് പറയുമ്പോഴാണ് ഇതിനെക്കുറിച്ചൊക്കെ ഒരു ഓർമ്മ വരുന്നത്. മോളെ, എന്തൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ നന്ദി കാണിക്കണം, നന്ദികേട് കാണിക്കരുത്. അതാണ് എപ്പോഴും നമുക്ക് അള്ളാഹു അതാണ് നോക്കുക. അവർ നന്ദികേട് കാണിക്കുന്നുണ്ടോ? ഇത്രയധികം അവർക്ക് സുഖവും സമ്പത്തും എല്ലാം നൽകി നന്ദികേട് കാണിക്കുന്നുണ്ടോയെന്ന് അള്ളാഹു നോക്കും.
അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ട് എൻ്റെ ക്ഷമി നമുക്ക് ഉമ്മയെ ഓർക്കണം. ഉമ്മക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ, ഇഷ്ടം പോലെ പ്രാർത്ഥിച്ചോ. ഇൻഷാ അള്ളാ മറ്റന്നാളൊക്കെ പോകാട്ടോ. ഉസ്താദേ, അതെ, തൻ്റെ ഭർത്താവ് പറഞ്ഞ വാക്കുകൾക്കപ്പുറം സമീർ ഒന്നും പറയില്ല. അവൾ സ്നേഹത്തോടെ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിന് അതാ ചായ കൊണ്ടുപോയി വെച്ചു കൊടുത്തു. വാ ഇരിക്ക്. മോൾ എണീറ്റില്ലേ? ഇല്ല, ഐഷു ഉറങ്ങുകയാണ്. എന്നാൽ ഉറങ്ങിക്കോട്ടെ. ഇക്ക, അത് പിന്നെ മോളെ കുറച്ച് നേരത്തെ എഴുന്നേൽപ്പിക്കണം. കാരണം അതൊരു ശീലമാണ്, നല്ല ശീലമാണ്. അവൾ നേരത്തെ ഉറങ്ങിയിരുന്ന കുട്ടിയായിരുന്നു. പക്ഷേ ഇന്നലെ കുറച്ച് ലേറ്റായി പോയിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ചധികം കൂടുതൽ ഉറക്കം. നേരത്തെ ഉറങ്ങണം, നേരത്തെ ഉണരണം എന്നാണല്ലോ, അതിലൊരിതുണ്ട്. നമ്മൾ അതുപോലെ ചെയ്യണം. ഐഷുവിനെ നേരത്തെ വിളിക്കണം. ഉസ്താദ് അപ്പോൾ എഴുന്നേറ്റു. ഇക്ക കുറച്ചുകൂടി കിടന്നോട്ടെ, പാവല്ലേ, ഇന്നലെ ലേറ്റ് ആയതല്ലേ. മോളെ അതൊക്കെ ശരിയാണ്, പക്ഷെ ശീലമാകണം നമ്മൾ നേരത്തെ ഉണ്ടെന്ന്. ഐഷു, അൽഹംദുലില്ലാഹില്ലദി. ഐഷു, ഉപ്പച്ചിൻ്റെ കുട്ടിയെ. അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമ അമാതന വൈലെ ഇന്നുഷൂർ. അല്ലാ, അപ്പോഴേക്കും ഐഷു ഉണർന്നു. അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമ അമാതന വൈലെ ഇന്നുഷൂർ. ഉപ്പച്ചി പള്ളിയിൽ പോയി വന്നോ? അതെ മോളെ, വരി. ഉപ്പച്ചിൻ്റെ കുട്ടി എണീറ്റാണ്. ഉപ്പച്ചിൻ്റെ കുട്ടി എണീറ്റ് പല്ലൊക്കെ തേച്ച് മുഖം കഴുകി. അപ്പോഴേക്കും ഷമീർ ഓടിയെത്തി. പഠിച്ചോ, എൻ്റെ കുട്ടി എണീറ്റോ? ഇക്ക എന്തിനാ ഇപ്പം തന്നെ ഉണർത്തിയത്? കുറച്ചുകൂടി കഴിഞ്ഞിട്ട് എണീറ്റാൽ ഒരുപാട് ലേറ്റ് ആയിരുന്നു ഇന്നലെ കിടന്നപ്പോഴേ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. രാവിലെ നമ്മൾ ഉറങ്ങുന്ന ശീലിക്കണം. രാവിലെ ബർക്കത്ത് ഇറങ്ങുന്ന സമയമല്ലേ. സുബഹിന് ശേഷം ഉറങ്ങിയാൽ നമുക്ക് ബർക്കത്ത് കിട്ടുമോ പെണ്ണെ? അതെ, സുബഹിന് ശേഷം മക്കളായാലും ഉറങ്ങരുത്. അത് ആരൊക്കെ തന്നെയായാലും ആ ഒരു സമയത്ത് അള്ളാഹുവിൻ്റെ ബർക്കത്ത് ഇറങ്ങുന്ന സമയമാണ്. ആ ഒരു സമയത്ത് നമ്മൾ ഉറങ്ങാനേ പാടില്ല, അതും നമ്മുടെ മക്കൾ വരെ. അങ്ങനെ അത് ഐഷു ഫ്രഷായി. എന്താ നിസ്കരിക്കുന്നില്ലേ? ഉസ്താദിൻ്റെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ സമീർ പറഞ്ഞു, 4 വയസ്സ് പോലും ആയിട്ടില്ലല്ലോ, 7 വയസ്സായാലും നിസ്കരിക്കാൻ കൽപ്പിക്കണം എന്ന് പറഞ്ഞ് അത് കൽപ്പിക്കുക. പക്ഷെ അതിനു മുമ്പേ കുട്ടികൾ ശീലമായാൽ പാവാണ്. ഐഷു എന്നും എൻ്റെ കൂടെ നിൽക്കാറുണ്ട് നിസ്കരിക്കുമ്പോൾ. അത് ശീലാകുന്ന എപ്പോഴും നല്ലതാണ്. നമ്മൾ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതല്ലേ വേണേ നിസ്കാരം. അത് ചെറിയ മക്കളാണെങ്കിൽ പോലും നമ്മൾ ശീലിപ്പിക്കണം. നമ്മളത് കണ്ട് ചെറിയ മക്കളെ ചെയ്യുന്നു, അതുപോലെ തന്നെ ഉപ്പച്ചി. എന്നാൽ ഉപ്പച്ചിൻ്റെ കുട്ടി ഇന്ന് ളുഹർ മുതലെങ്കിലും നിസ്കാരം തുടങ്ങണം കേട്ടോ. ഉപ്പച്ചി, ഞാൻ നിസ്കരിച്ചിട്ട് വരാം. എന്നാൽ ചെല്ലേ. അല്ല, അതിപ്പോൾ ഇന്ന് അങ്ങനെ അങ്ങ് പോട്ടെ. എന്തൊക്കെ തന്നെയല്ലേ, നാളെ ഉപ്പച്ചിൻ്റെ കുട്ടി നേരത്തെ ഉമ്മച്ചിൻ്റെ കൂടെ എഴുന്നേറ്റ് നിസ്കരിക്കാൻ കേട്ടോ. ആയിക്കോട്ടെ. എന്നും നിസ്കരിക്കാറുണ്ട്, ഇന്ന് മറന്നു പോയി. അത് സാരല്ല. അങ്ങനെ അതാ ഐഷുവിൻ്റെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ആ കുഞ്ഞു കുരുന്നും സുജൂദിൽ കിടക്കുമ്പോൾ ഉസ്താദിൻ്റെ മനസ്സ് നിറഞ്ഞു പോയി. അള്ളാഹു റഹ്മാനെ, മക്കളെ നീ സോലിഹായ മക്കളാക്കണേ അല്ലാ, ഹൈറായ മക്കളാക്കണേ അല്ലാ, നിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന മക്കളാക്കണേ അല്ലാ, നിനക്ക് വേണ്ടി നന്ദി ചെയ്യുന്ന മക്കളാക്കണേ അല്ലാ. നിസ്കാരം കഴിഞ്ഞ് ഉമ്മച്ചിക്കും ഉപ്പച്ചിക്കും തൻ്റെ പ്രിയപ്പെട്ട മരിച്ചുപോയ ഉമ്മച്ചിക്കും വേണ്ടി ആ കുഞ്ഞു കരങ്ങൾ കൊണ്ട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ, എൻ്റെ ഉമ്മച്ചിയുടെ ഖബർ സ്വർഗ്ഗപ്പൂന്തപ്പാക്കണേ അല്ലാ. എന്നാൽ ഉസ്താദ് ഒരു നിമിഷം ആ ഒരു പ്രാർത്ഥന കേട്ട് നോക്കി നിന്ന് പോയി. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഉസ്താദ് നേരെ ചെന്ന് ഐഷുവിനെ വാരിയെടുത്തു. ഉപ്പച്ചിൻ്റെ കുട്ടി, വരി, നീ ചായ എടുക്കുക. ഉപ്പച്ചിൻ്റെ കുട്ടി എന്തൊക്കെ ദുആ ചെയ്തു. ഞാൻ ഉമ്മച്ചിക്കും ഉപ്പച്ചിക്കും പിന്നെ മരിച്ചുപോയ ഉമ്മച്ചിക്കും. നല്ല മോളാണ് കേട്ടോ. പിന്നെ ഉമ്മമ്മക്ക് വേണ്ടുന്ന ദുആ ചെയ്യണം കേട്ടോ. നമ്മളെ ഉമ്മമ്മയുണ്ടല്ലോ അവിടെ, പുത്തൻവീട് തറവാട്ടിലെ പുത്തൻവീട് തറവാട്ടത്തെ ഐഷുമ്മക്ക് വേണ്ടിയിട്ടും ദുആ ചെയ്യണം കേട്ടോ. ഈ കുഞ്ഞു കൈകൾ കൊണ്ട്. നല്ല മോളല്ലേ, ഉമ്മാൻ്റെ കുട്ടീനെയൊക്കെ നല്ലപോലെ നോക്കിയതല്ലേ. അല്ലാ, ഉമ്മമ്മക്ക് നീ സമാധാനം നൽകണേ, സുഖവും സന്തോഷവും നൽകണേ, ഉമ്മമാൻ്റെ അസുഖങ്ങളൊക്കെ ഷിഫിയാക്കണേ. ആമീൻ ആമീൻ. അങ്ങനെ അതാ അവർ 3 പേരും ചായ കുടിക്കുവാൻ വേണ്ടി ഇരിക്കുന്നു. എന്നാൽ ഈ സമയം ഐഷു പറഞ്ഞു, ഉപ്പച്ചി, ഉമ്മമ്മ എവിടെ? ഉമ്മമ്മ അവിടെ ഉണ്ടാകും. എന്താ, ഉമ്മമ്മനെ കാണാൻ പോയാലോ? ശരിക്കും ഉസ്താദ് കുഴങ്ങി എന്ന് തന്നെ പറയാം. സമീറയും ഐഷുവും കൂടി ഉമ്മമ്മയെ കാണുവാനുള്ള തിരക്കിലാണ്. അങ്ങോട്ട് വരണ്ട, അല്ലെങ്കിൽ അറിയിക്കേണ്ടെന്ന് ഷമ്മാസ് പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഉസ്താദ് ഒന്നും പറഞ്ഞിരുന്നില്ല. കാരണം എന്തെങ്കിലുമൊക്കെ ഒരു ഇതുണ്ടാവും, അതുകൊണ്ടായിരിക്കും.
അങ്ങനെ ഉസ്താദും സെമീറയും ഐഷുവും ഭക്ഷണം കഴിക്കാനിരുന്നു. ഉസ്താദിനോട് സെമീറ പറഞ്ഞു, ഇക്ക കുറച്ചുകൂടെ ദോശൻ്റെ മാവൊക്കെ ബാക്കിയുണ്ട്, ഉമ്മാക്ക് കുറച്ച് ചുട്ട് കൊണ്ടുപോയി കൊടുക്കുക അല്ലേ. ഞാൻ വിചാരിച്ച് പോവുകയാണെങ്കിൽ പോകാൻ നേരത്തെ ചൂടാ, പറ്റ തണുത്ത രസമില്ലല്ലോ. ഉമ്മാക്ക് ഇനിയിപ്പോൾ തൽക്കാലം വേണ്ട, അല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം കേട്ടോ, അതായിരിക്കും നല്ലത്. പിന്നെ കൂടുതലൊന്നും വേണ്ട കേട്ടോ, കുറച്ച് മതി. അങ്ങനെ അവർ ഭക്ഷണം കഴിച്ചപ്പോഴേക്കും സെമീറ ഉമ്മാക്കുള്ള ദോശയും ചട്നിയും കുറച്ച് ഇഡ്ഡലിയും എല്ലാം ഉണ്ടാക്കി. കുറച്ച് ബീഫ് വരട്ടിയതും അതിൽ വെച്ച് പാത്രത്തിൽ വെച്ച് കൊടുക്കുന്നു. അല്ല, ഇത്രയൊന്നും വേണ്ട, അതെന്താ ഇത്ര കുറച്ച് മതി. ഉസ്താദ് കുറച്ച് അങ്ങോട്ട് തന്നെ എടുത്തിട്ട്, എന്താ ഇക്ക ഇത്, നമ്മൾ കൊണ്ടു കൊടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ കൊടുക്കണ്ടേ, എന്താ ഇത്, സാധനം ഉണ്ടല്ലോ ഇവിടെ, മതി പെണ്ണേ, എന്നാൽ കുറച്ച് ചായ കൂടെ എടുത്തോ. അതെന്താ, അല്ലെങ്കിൽ ചായ കൊണ്ടുപോകാൻ സമ്മതിക്കാറില്ലല്ലോ, ഇതിപ്പോൾ എന്താ, ആ ഫ്ലാസ്കിലുള്ള ചായ കുറച്ചെടുത്തോ. പിന്നെ ഉമ്മാൻ്റെ അതൊക്കെ എനിക്കറിയാം, ഉമ്മാൻ്റെ മധുരമൊക്കെ എനിക്കറിയാം നന്നായിട്ട്, എത്രമാത്രം ഞാൻ ഇടാറുണ്ട്. അങ്ങനെ ചൂടുള്ള നല്ല ചായയും ഉമ്മാക്ക് ഫ്ലാസ്കിൽ ഒഴിച്ചു. ഇതിപ്പോൾ എന്താ, ഇത് കാണില്ലല്ലോ ഇക്ക, ഞാനും വന്നാൽ. വേണ്ട അവിടെ ഇരുന്നോളൂ. ഉപ്പച്ചി ഞാൻ വരട്ടെ. വേണ്ട, ഉമ്മച്ചിൻ്റെ അടുത്തേക്ക് പോയിക്കോ. അങ്ങനെ ഉസ്താദ് പെട്ടെന്ന് തന്നെ കാറിൽ പോകുന്നു. പോകുമ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് ഷമ്മാസിനെ വിളിക്കുന്നു. ഹലോ ഷാമോനെ, എവിടെയാണ്? അത് ഞാൻ പറയാം, 12-ലാണ് കേട്ടോ. എവിടെ ഷാമോൻ? ഞാൻ ഉസ്താദ് പള്ളിയിൽ നിന്ന് ഇപ്പോഴേ ഇറങ്ങുന്നേ ഉള്ളൂ, കുറച്ച് ലേറ്റായി. ഞാൻ പിന്നെ ഉമ്മാനെ നിസ്കാരം കഴിയട്ടെ ഇരിച്ചുകൊണ്ട് കാത്തുകൊണ്ട് സിസ്റ്ററിനെ ഏൽപ്പിച്ച് പോയതാണ്. ഞാൻ ഉമ്മാക്ക് ചായയും കടയൊക്കെ വാങ്ങിയിട്ടങ്ങ് പോയച്ചു. ഷാമോനെ അവിടേക്ക് ഞാൻ എത്തി തുടങ്ങി. എന്താ ഉസ്താദ്? ഞാൻ ഇപ്പം എത്തും. അങ്ങനെ കുറച്ച് ദൂരം കൂടെ പിന്നിട്ടപ്പോൾ ഷാമോൻ പള്ളിയിൽ നിന്ന് ഇറങ്ങി നിൽക്കുന്നത് ഉസ്താദ് കണ്ടു. ഉസ്താദ് അവിടെ വണ്ടി നിർത്തി. ഷാമോനെ, ഇത് ഇവിടെ ഹോസ്പിറ്റലിൽ നിന്ന് കയറിക്കോ. അല്ല, ഞാൻ ഉമ്മാക്ക് ചായ വാങ്ങിയിട്ട്, അല്ലല്ല അത് ഞാൻ പോയി വാങ്ങാം, അങ്ങോട്ട് കയറിക്കോളി. അങ്ങനെ അവർ നേരെ ഉമ്മയെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടേ നേരെ ഹോസ്പിറ്റലിൽ എത്തി. ഉസ്താദ് ആ ഡിക്കിയിൽ നിന്ന് അതെല്ലാം പുറത്തെടുക്കുന്നത് ഷമ്മാസ് ഒരു നിമിഷം, അല്ല ഉസ്താദ് ഇതെന്താ? എൻ്റെ പൊന്നു ഷാമോനെ, സെമീറക്ക് വീട്ടിലേക്ക് ചായയും കടിയും കൊണ്ടുപോയി കിടക്കണമെന്ന് വാശി. ഞാൻ പറഞ്ഞു കുറച്ച് മതി എന്ന് പറഞ്ഞു. ഒരിക്കലും അറിഞ്ഞിട്ടില്ല. ഹോസ്പിറ്റലിലെന്ന് പറഞ്ഞാൽ എന്തായാലും വരും. പിന്നെ വേണ്ട ഉസ്താദേ, ഒരിക്കലും. പഠിച്ചോനെ, ഇത് അപ്പോഴേക്കും ഉണ്ടാക്കിയോ? അല്ലെങ്കിലും പുറത്തുനിന്ന് ഇനിയിപ്പോൾ ഹോട്ടലിൽ ഈ പരിസരത്തു നിന്നൊക്കെ ഭക്ഷണം കഴിക്കുന്ന വൃത്തിയുണ്ടോ ഏതോ ഒന്നും അറിയില്ല. ഷാമോന് ടെൻഷനായിരുന്നു ആ കാര്യത്തിൽ. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവർ റൂമിലെത്തി. ഉമ്മ, ഉസ്താദ് വന്നിട്ടുണ്ട്. അല്ലാ, എൻ്റെ കുട്ടി വന്നോ? പഠിച്ചോനെ. ഉമ്മ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. എന്താ ഉമ്മ പറ്റിയത്? എന്താ പറ്റിയത്? എന്നാൽ ഇവർ ചായ കുടിക്കാം. അപ്പോൾ തന്നെ ഉസ്താദ് അതെല്ലാം വിളമ്പാൻ തുടങ്ങുന്നു. അതിൽ പ്ലേറ്റും ഗ്ലാസും എല്ലാം വെച്ചിരുന്നു. മോനെ, ഇതിപ്പോൾ ഒരു ഗ്ലാസ് ചായ ആദ്യം തന്നെ ഉമ്മാക്ക് ഒഴിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് കുടിച്ചു നോക്കി. ശരിക്കും ഉമ്മ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മോനെ, ഇതിൻ്റെ സെമി ഉണ്ടാക്കണ ചായ പോലെ ഉണ്ടല്ലോടാ, എനിക്ക് പറ്റിയ മധുരം, എനിക്ക് പറ്റിയ പാലും, എനിക്ക് പറ്റിയ പൊടിയൊക്കെ ആണല്ലോ. ഇതിപ്പോൾ എങ്ങനെ? ഉമ്മ, ഉമ്മാക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ട്. പഠിച്ചോനെ, എൻ്റെ പൊന്നാര കുട്ടിയെ, ഇതിപ്പോൾ എവിടുന്നാ കൊടുന്നേ കുഞ്ഞേ? അതുമ്മ, നിങ്ങളെ മോളുണ്ടാക്കി തന്നെ, നിങ്ങളെ മോള് സെമീറന്നെ ഇത് ഉണ്ടാക്കി തന്നെ. വീട്ടിലേക്ക് പോകാൻ നിൽക്കായിരുന്നു. ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് കുറേ പോരാൻ വേണ്ടി തിരക്കൂടി. മോനെ, എന്തിനാണ്ടാ മോനെ ഈ ഒരു ഗർഭകാലത്ത് അതിനെ കഷ്ടപ്പെടുത്തുന്നത് എന്തിനാണ്? ഉമ്മ, അതിനെന്താ ഒരു സന്തോഷമല്ലോ ഉമ്മ, അതൊക്കെ നമ്മൾ ആർക്കെയും ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അല്ലാതെ ഇപ്പോൾ ഇതൊന്നും ഒരു ഭാരമൊന്നല്ലല്ലോ. അങ്ങനെ ഉമ്മക്ക് ഉസ്താദ് തന്നെ എല്ലാം ഒഴിച്ചു കൊടുക്കുന്നു. അതിൽ ബീഫ് വരട്ടിയതും ഉണ്ട്. ഉസ്താദേ, അല്ല ഷാമോനെ, ഇവർ രണ്ടുപേരും ഇരിക്കുക, എന്താ ഷാമോൻ വിട്ടു നിൽക്കുന്നത്? അങ്ങനെ അവർ രണ്ടുപേരും ഭക്ഷണം കഴിക്കുന്നു. ഉമ്മ സന്തോഷത്തോടു കൂടി അത് കഴിക്കുന്നത് കണ്ടപ്പോൾ ഷമ്മാസിനും വല്ലാത്തൊരു സമാധാനം. പഠിച്ചോനെ, ഉമ്മ ഇന്നലൊന്നും ഭക്ഷണമേ കഴിച്ചിട്ടില്ല, ഇന്ന് നല്ല സന്തോഷത്തിൽ കഴിക്കുന്നുണ്ട് റബ്ബേ. എന്നാൽ ഷമ്മാസ് പറഞ്ഞു, അല്ലെങ്കിലും ഷെമിത്തയുടെ ഫുഡ് ഉമ്മാക്ക് പ്രത്യേകമായിട്ട് ഒരു ടേസ്റ്റാണ് അല്ലേ? അങ്ങനെയൊന്നുമില്ല മോനെ, മനസ്സറിഞ്ഞ് ആരും നമുക്ക് സന്തോഷത്തോടു കൂടി ഭക്ഷണം ഉണ്ടാക്കി തന്നാലും അതിനൊരു പ്രത്യേക രസം തന്നെയായിരിക്കും. എനിക്ക് ആരായാലും അങ്ങനെ തന്നെ.
ഉമ്മ സത്യം പറഞ്ഞൊരു ഭക്ഷണമെല്ലാം തീരെ കഴിച്ചിട്ടില്ലായിരുന്നു. ഇന്ന് നല്ല രീതിയിൽ കഴിക്കുന്നത് ഷമ്മാസിനെ കണ്ടപ്പോൾ വളരെയധികം സമാധാനമായി. ഓ മോനെ, എന്നാ കുറച്ചും കൂടി ചായ ചാടി മാനോട്ടിതാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഷമ്മാസും നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി കഴിച്ചു. അതെ, പുറത്തുനിന്ന് ഇപ്പോൾ എന്ത് വാങ്ങും, ഏതൊക്കെ വിചാരിച്ച് ഞാനാകെ ടെൻഷനായിക്കായിരുന്നു. എന്നാൽ അപ്പോൾ തന്നെ അതാ ഉസ്താദ് പറഞ്ഞു, പിന്നെ ഉച്ചയ്ക്കുള്ള ഫുഡ് അത് ഞാൻ കൊണ്ടുവന്ന് തരാം കേട്ടോ. ഏതായാലും ഇന്നും കൂടി എടുക്കേണ്ടേക്ക് വരും, ഇന്നും നാളും കൂടെയൊക്കെ എന്ന് പറഞ്ഞത്. ഒന്നും വിഷമിക്കേണ്ട ആ കാര്യത്തിലൊന്നും കേട്ടോ. ഫുഡ് പുറത്തുനിന്നും മകഞ്ഞ് കൊടുക്കണ്ട, അതൊക്കെ അവൾ ഉണ്ടായിക്കോളും. ഉസ്താദിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ ഷമ്മാസിന്, ഉസ്താദേ അത് ബുദ്ധിമുട്ടാവൂലേ, കാരണം എത്തിയുടെ കാര്യം ഇപ്പം അങ്ങനെയാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരു വിഷമവുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ, നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. എന്നാൽ അപ്പോൾ തന്നെ അത് സമീറയുടെ ഫോൺ വരുന്നു ഉസ്താദിൻ്റെ ഫോണിലേക്ക്. ഹലോ ഇക്ക, ഉമ്മ ചായ കുടിച്ചോ? ആ കുടിക്കുന്നുണ്ട്. മാഷാ അല്ലാ, സമാധാനമായി. അവിടെ ഉണ്ടാക്കിയിരുന്നോ? സമീറയുടെ ആ ചോദ്യത്തിന് മുമ്പിൽ ഉസ്താദിന് ഉത്തരം മുട്ടിപ്പോയി. റബ്ബേ, എന്ത് ചെയ്യും, എത്രയെന്ന് വിചാരിച്ച് കളവ് പറയാം. ആ അത് അല്ല, ഉമ്മയും ഷാമോനെ കുടിക്കുന്നുണ്ട് കേട്ടോ, ഞാൻ വിളിക്കാം പിന്നെ കേട്ടോ. ആ ആയിക്കോട്ടെ. ഇനിയിപ്പോൾ ഉച്ചക്ക് ചോറിനുള്ള കാര്യം അതിപ്പോൾ പറയുമ്പോൾ അവൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടാവുമോ അറിയില്ല. എന്തൊക്കെ തന്നെയാലും വേണ്ടില്ല. പക്ഷേ നമ്മുടെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ്, അത് കയ്പാണെങ്കിലും സത്യം പറയണം എന്നുള്ളത് എത്ര നല്ലതാണ്. സെമീറയോട് ഇപ്പോൾ എനിക്ക് ഫുഡ് ഉച്ചക്കത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ പറയാനെങ്കിൽ എനിക്ക് അത് അവളോട് പറഞ്ഞേ മതിയാവും. എന്നാൽ ഈ സമയം ഫുഡ് കഴിച്ച പാത്രങ്ങളെല്ലാം ഷമ്മാസ് തന്നെ കഴുകി അതാ ആ പാത്രത്തിൻ്റെ കവറിലിട്ട് കൊടുക്കുകയാണ്. അല്ല, അതൊക്കെ ഞാൻ കഴുകിക്കൊണ്ട്. ഷമോനെ, ഉമ്മാക്ക് വേണ്ടെന്ന് ചെയ്തു കൊടുത്തു. മോനെ, മക്കളെ, എൻ്റെ വയറ് നിറഞ്ഞു, വയറും മനസ്സും നിറഞ്ഞു. എന്തോ ഒരു രസമുള്ളൊരു ചായയും കടിക്കടി ഞാൻ കുടിച്ചത്. ഓ എൻ്റെ റബ്ബേ, എൻ്റെ സെമീറപ്പോൾ അതും എൻ്റെ അടിയിൽ കൂടെ ഉണ്ടാക്കി കൊടുത്തു. ഞാൻ പറഞ്ഞില്ല അവളെ അറിയിക്കണ്ടെന്ന്. അറിയിച്ചിട്ടൊന്നുമില്ലമ്മ, അവൾ വീട്ടിൽ നിന്ന് കരുതിയിട്ട്. പഠിച്ചോ എൻ്റെ കുട്ടിയെ കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി ലദീ അത്അമനി വസഖാനി വജഅലനി മിനൽ മുസ്ലിമീൻ. പഠിച്ചോനെ, അല്ലാഹുവേ ഹൈറും ബർക്കത്തും നീ പ്രദാനം ചെയ്യ് റഹ്മാനേ. അങ്ങനെ ഉമ്മ നല്ല രീതിയിൽ വയറ് നിറച്ച് ഭക്ഷണമെല്ലാം കഴിച്ച് ഉമ്മ ഇനി ഒന്ന് കിടന്നോളി കേട്ടോ. ഒരിക്കൽ പോലും ഉമ്മയെ വിഷമിപ്പിക്കരുത്, വേദനിപ്പിക്കരുത് എന്നതായിരുന്നു ഷമ്മാസിൻ്റെ ആഗ്രഹം. അതുപോലെ തന്നെ ഉമ്മയെ അവൻ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നുമുണ്ട്. അങ്ങനെ ഉസ്താദ് പറഞ്ഞു, ഉമ്മ എന്നാൽ ഞാൻ അങ്ങോട്ട് പോട്ടെ കേട്ടോ, ഇൻഷാ അല്ലാ. മോനെ ആയിക്കോട്ടെ, സമീറാനോടൊന്നും പറയണ്ട കേട്ടോ പൊന്നാരെ, കാരണം അവളൊക്കെ ബേജാറെ ഓടിപ്പാഞ്ഞെത്തും. അതുകൊണ്ട് ഉമ്മക്കൊന്നുമില്ലേ, ഉമ്മക്കൊക്കെ മാറിയിരിക്കണേ. അങ്ങനെ ഉസ്താദ് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഡോക്ടർ വരുന്നു. ആ ഉമ്മ ഡോക്ടറാണെന്ന് നോക്കട്ടെ. ആ അല്ല ഇഷുമ്മ, എന്തൊക്കെയുണ്ട്? ഫുഡ് കഴിച്ചോ? ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്നലെ ഫുഡ് കഴിച്ചിട്ട് ഇന്നലെ വെറും ഗ്ലൂക്കോസ് ആയിരുന്നു. ഇന്ന് ഫുഡ് കഴിക്കണം, രാവിലെ മുതലേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായി? ആ കഴിച്ചു മോനെ. എന്താ കഴിച്ചത്? എൻ്റെ മോള് ഉണ്ടാക്കി കൊടുത്തയച്ച് നല്ല ഇഡ്ഡലിയും അതിക്ക് സാമ്പാറോ എന്താ അതും ചട്നിയും പിന്നെ ഇറച്ചി വരട്ടിയതും ഒക്കെ ഉണ്ടായിരുന്നു. ആഹാ, ഉഷാറാണല്ലോ. ദോശ ഒക്കെ ഉണ്ടായിരുന്നു. ആഹാ, അങ്ങനെയാണെങ്കിൽ എന്നെയും വിളിക്കേണ്ട എൻ്റെ ഐഷുമ്മ. എന്താ അത്, ഞങ്ങളൊക്കെ ഹോട്ടൽ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുക. എന്താ ഇത്, എന്നെയും കൂടി വിളിച്ചുകൂടായിരുന്നോ? ഡോക്ടർ തമാശ രൂപത്തിൽ പറഞ്ഞു. മോനെ, ഉണ്ടായിരുന്നു അതിൽ കുറച്ചൊക്കെ ബാക്കി, അത് ഇപ്പം ഉണ്ട് കൊടുത്തയച്ചു. ഉമ്മ, ഞാൻ വെറുതെ പറയുന്നതല്ലേ. അല്ലേ, ഞങ്ങൾ ക്യാൻറ്റീൻ ഫുഡ് ഹോട്ടൽ ഫുഡ് കഴിച്ച് ഞങ്ങൾ മടുത്തതാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലുമ്മ, എന്തൊക്കെയുണ്ട്, എങ്ങനെയുണ്ട് ഇപ്പോൾ? ഓഹോ, BP ഒക്കെ നല്ല നോർമലാണല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഷുഗർ ഓക്കെ, കൊളസ്ട്രോൾ പിന്നെ ഇപ്പോൾ ഇതിലുള്ള ഇതേ ഉള്ളൂ. പക്ഷേ അത് കുറച്ച് 6 മാസം കഴിഞ്ഞിട്ട് ഇനി ചെക്ക് ചെയ്തിരിക്കുന്നത്, അതൊക്കെ നോർമലാണ്. അപ്പോൾ ബീഫ് കഴിച്ചിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ലും നിങ്ങൾ കഴിച്ചോളൂ, പാകത്തിന് ഭക്ഷണം കഴിക്കുക, ഓവർ ആവരുതെന്നേ ഉള്ളൂ. എല്ലാം കഴിക്കാം നമുക്ക്, ഓവർ ആവരുത്. ഓവറായി കഴിയുമ്പോൾ പ്രശ്നങ്ങൾ വരും. പിന്നെ എത്ര മെഡിസിൻ കുടിച്ചിട്ടും എന്തൊക്കെ തന്നെയാലും മരുന്നായാലും നമ്മുടെ മനസ്സാണ് മെയിൻ. നമ്മുടെ മനസ്സ് ക്ലിയർ ആണെങ്കിൽ നമുക്ക് ഒരുവിധ അസുഖം കാര്യങ്ങളൊന്നും ഏൽക്കില്ല. എന്തെങ്കിലും അസുഖം വരാൻ നിൽക്കണത് അതൊക്കെ ചെറുത്ത് നിൽക്കും. മനസ്സിൻ്റെ ആരോഗ്യമാണ് പ്രധാനം. അതുകൊണ്ട് ഷമ്മാസ്, ഞാൻ പറഞ്ഞതുപോലെ കേട്ടോ. അപ്പോൾ ഉമ്മ ഇന്ന് പോകണ്ടല്ലോ, നാളെ പോവാം. ഇന്നും കൂടെ ഇവിടെ ഒരു മെഡിസിനിൽ ഒരു മരുന്ന് ഇട്ടിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് ഗ്ലൂക്കോസിൽ. അതുകൂടെ കഴിഞ്ഞ് നാളെ നിങ്ങൾക്ക് പോകാം കേട്ടോ. ഡോക്ടർ നല്ല രീതിയിൽ ഉമ്മയോട് പറഞ്ഞപ്പോൾ ഐഷുമ്മ തന്നെ പുഞ്ചിരിച്ചു. ഡോക്ടറെ, നിങ്ങളെന്നെ മരിക്കോളെന്നെ നോക്കിയാൽ മതി കേട്ടോ. കുട്ടിയെ
കുട്ടീനെ മരുന്നടിച്ചുമ്പോഴാണ് എനിക്കൊരു ഭേദമുള്ളത്. കുട്ടീനെ കാണുമ്പോൾ തന്നെ എനിക്കൊരു സമാധാനം. ഉമ്മ അതിന് വേണ്ടിയിട്ടല്ലേ ഞാനിവിടെയൊക്കെ ഉള്ളത്. ഉമ്മ കുഴപ്പമില്ല, എന്തൊക്കെ തന്നെയാലും ഉമ്മ നല്ല ആരോഗ്യവതിയായി ഇരിക്കണം. ഈ പുഞ്ചിരി എപ്പോഴും മുഖത്ത് കാണണം കേട്ടോ. ഞാൻ എപ്പോൾ കാണുമ്പോൾ ഈ പുഞ്ചിരി വേണം, മനസ്സിലായല്ലോ? ആ ഡോക്ടറെ, ഷമ്മാസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതെ, ഉമ്മയുടെ പുഞ്ചിരി മായാതിരിക്കാണ് ഡോക്ടറെ. ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്നതൊക്കെ ചെയ്യും ഇൻഷാ അല്ലാ. എന്നാൽ ഡോക്ടർ ഷമ്മാസിൻ്റെ പുറത്ത് തട്ടിക്കൊണ്ട് പറഞ്ഞു, മോനെ, ഇതുപോലത്തെ മക്കളാണ് മാതാപിതാക്കളുടെ വിജയം ഇൻഷാ അല്ലാ. എന്നാൽ നമുക്ക് കാണാം കേട്ടോ. ഒരു നിമിഷം അത് ഡോക്ടറുടെ വാക്കുകൾ കേട്ട് ഷമ്മാസ് സന്തോഷിച്ചു. അവൻ അപ്പോൾ തന്നെ ദുആ ചെയ്തു, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരെ, ഉമ്മയെയും ഉപ്പയെയും ഇഷ്ടമുള്ളവരെല്ലാം ഒരു ലൈക്ക് തരണം കേട്ടോ. നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ നല്ല രീതിയിൽ നോക്കണം. അവരൊരിക്കലും വിഷമിപ്പിക്കരുത്, വേദനിപ്പിക്കരുത്. ഒരുപാട് ആളുകൾ പറഞ്ഞു എൻ്റെ മാതാപിതാക്കൾ ഖബറിലാണ്, ഉമ്മ ഇപ്പടുത്ത് മരിച്ചു പോയി, ഉപ്പ മരിച്ചു പോയി, എനിക്ക് ഉപ്പയില്ല, എൻ്റെ ഉപ്പ ഖബറിലാണ്, ഉമ്മ ഖബറിലാണ്. അള്ളാഹുവേ, അതൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്ത മനസ്സൊക്കെ ഒരു സങ്കടമാണ്. അള്ളാഹു റഹ്മാനെ, മരണപ്പെട്ട മാതാപിതാക്കൾക്ക് അവരുടെ ഖബർ ജീവിതം നീ സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി കൊടുക്കണം റഹ്മാൻ. നമ്മുടെ ഈ കഥ കേൾക്കുന്നതിൽ ഒരുപാട് ആളുകൾക്ക് ഉമ്മയില്ല, ഉപ്പയില്ല. അത് ചെറുപ്പത്തിൽ എന്ത് നല്ല രീതിയിൽ പോറ്റി വളർത്തി ഉണ്ടാക്കിയ ഉമ്മയും ബാപ്പയുമാണ്. അവർ അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് യാത്ര ചെയ്യും. അള്ളാഹുവെ, പള്ളിക്കാട്ടിൽ 6 അടി മണ്ണിനുള്ളിൽ അവരുറങ്ങുകയാണ് റഹ്മാനെ. അവർക്ക് എന്തെങ്കിലും ചെറിയ ശിക്ഷ അനുഭവിക്കുകയാണെങ്കിൽ പോലും അതൊക്കെ നീ ഇല്ലാതാക്കി കൊടുത്ത് അവരുടെ ഖബർ ജീവിതം നീ വിശാലമാക്കി സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി കൊടുക്കണേ അല്ലാ, ആമീൻ. അതുപോലെ തന്നെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് റഹ്മാനെ, ഞങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങൾ അവർക്ക് ചെയ്യാൻ കഴിയണം അല്ലാഹുവേ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയണം റഹ്മാനെ. എപ്പോഴും പ്രാർത്ഥിക്കാൻ തോന്നിക്കണം റഹ്മാനെ. ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നീ പ്രദാനം ചെയ്യ റഹ്മാനെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങളുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവരാണെങ്കിലും മരണപ്പെട്ട് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് പോയവരാണെങ്കിലും നിങ്ങളൊരു കമൻറ്റ് ഇതിലെഴുതണം. അള്ളാഹു നമ്മുടെയൊക്കെ ദുആ സ്വീകരിക്കട്ടെ. ആരുടെ ദുആയാണ് അള്ളാഹു സ്വീകരിക്കാൻ പറയാൻ പറ്റില്ലല്ലോ. നമ്മളിൽ ഏകദേശം 40,000-ഓളം 50,000-ഓളം ആളുകളൊക്കെ കാണുന്ന വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന, ആരുടെയെങ്കിലും ഒരാളുടെ ഒരു പ്രാർത്ഥന പടച്ച റബ്ബ് സ്വീകരിച്ചാൽ നിങ്ങളുടെയൊക്കെ ആമീനൊരു ഫലം കിട്ടും. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം സ്വീകരിക്കട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.